നമസ്കാരം. തമിഴ്നാട്ടിൽ നിലവിൽ കെ സ്റ്റാലിന് ഭീഷണിയായി ബി.ജെ.പിയുടെ തേരോട്ടം തുടരുകയാണ്. കെ സ്റ്റാലിൻ സർക്കാർ ആയതുകൊണ്ട് കെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ബാങ്ക് മുഴുവനും ബി.ജെ.പിയിലേക്ക് മാറിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം വൻ പദ്ധതികളാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വൻ ജനപിന്തുണ തമിഴ്നാട്ടിൽ എൻ.ഡി.എ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. വലിയ തോതിൽ താഴെ തട്ടുമുതലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ദ്രാവിഡ വോട്ടുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ അണ്ണാമലയ്ക്ക് വോട്ടുകൾ നേടാനായി എന്നതും വലിയ വിജയമാണ്. അതുപോലെ തന്നെ അണ്ണാമല നടത്തിയ പദയാത്രയും മുന്നേറ്റവും സാധാരണക്കാരുടെ മനസ്സിൽ വലിയ രീതിയിൽ ഒരു മുന്നേറ്റമാണ് നടത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അണ്ണാമല അടുത്ത ചുവടുവെപ്പുമായി എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 500 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് പാർട്ടി പ്രവർത്തകരോടും സന്നദ്ധ പ്രവർത്തകരോടും ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൈമൈ മറന്നു പ്രവർത്തിച്ച പാർട്ടി ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 500 ദിവസങ്ങളാണ് ഇനി ശേഷിക്കുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനം ഫീൽഡ് വർക്കാണ് വേണ്ടത്. നമ്മുടെ ഓരോ സന്നദ്ധ പ്രവർത്തകരും ഫീൽഡ് വർക്കിൽ ഉണ്ടായിരിക്കണം. ഫീൽഡ് വർക്കിൽ സദാസമയം ജോലി ചെയ്യാൻ എല്ലാവരും നിർബന്ധിതരാണെന്ന് അണ്ണാമലൈ കൂട്ടിച്ചേർത്തു. വോട്ടർ പട്ടികയാണ് ആദ്യം പരിശോധിക്കേണ്ടത്. വിട്ടുപോയവരെ അതിൽ ബന്ധിപ്പിക്കുക. വിലാസമാറ്റം കണ്ടെത്തി പട്ടികയിൽ പേര് ചേർക്കേണ്ടതുണ്ട്. മരിച്ചവരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യണം. വോട്ടില്ലാത്തവർക്ക് വോട്ട് ഇടാനുള്ള അവസരം ഒരുക്കണം. ബൂത്ത് ലെവൽ കമ്മിറ്റികൾ സ്ഥിരമായി നിലനിർത്തണം. ഓരോ വാർഡിലും എത്ര വോട്ട് വീഴുമെന്ന് കൃത്യമായി പഠിക്കണം. സപ്പോർട്ടർമാർ, ന്യൂട്രലുകൾ, പ്രോസ്പെക്ടർമാർ എന്നിങ്ങനെ 3ആയി തിരിച്ചാണ് ഫീൽഡ് വർക്ക് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തണം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഓരോ പ്രദേശത്തിനും ബൂത്ത് ഇൻചാർജുകളെ നിയമിക്കണം. എല്ലാ പ്രദേശങ്ങളും പ്രയോജനപ്പെടുത്തി വേണം വോട്ട് ലഭ്യത നേടാൻ. പാർട്ടിക്ക് വേണ്ടിയുള്ള അടിസ്ഥാന ഘടകമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അടിസ്ഥാന ഘടകം മെച്ചപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു പാർട്ടിയുടെ വളർച്ച എന്നും പ്രവർത്തകർ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അണ്ണാമലൈ വ്യക്തമാക്കി. കോയമ്പത്തൂരിലെ പാർട്ടി പ്രവർത്തകരും അവിടെ പോയി പ്രചാരണം നടത്തുക തന്നെ വേണം. ഇതിലൂടെ അവർ എങ്ങനെയാണ് അവിടെ പാർട്ടി പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നടത്തുന്നതെന്ന്, ഫീൽഡ് വർക്ക് എങ്ങനെയൊക്കെയാണ് നടത്തുന്നതെന്ന് കണ്ടു പഠിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ടെന്നും അണ്ണാമലൈ പറഞ്ഞു.